പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാർക്കറ്റ്. മാർക്കറ്റാണ് പ്രൈസ് തീരുമാനിക്കുന്നത് അല്ലേ? ആബ്സല്യൂട്ട് ബുൾഷിറ്റ്. മാർക്കറ്റ് അല്ല പ്രൈസ് തീരുമാനിക്കുന്നത്, മാർക്കറ്റർ. മാർക്കറ്റ് ചെയ്യാൻ അറിയുന്നവനാണ് പ്രൈസ് തീരുമാനിക്കുന്നത്, മാർക്കറ്റല്ല. അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് ഈ മാർക്കറ്റിൽ മുഴുവൻ ഒറ്റ വിലയായിരിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ചിലരുടെ പ്രൈസ് കൂടുതൽ, ചിലതിൻ്റെ വാല്യൂ കൂടുതൽ, ചിലതിന് ഭയങ്കര പ്രൈസ്? എന്താ? അപ്പോൾ മാർക്കറ്റാണോ വില തീരുമാനിച്ചേ? നോ നോ. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ഡോണ്ട് ബ്ലെയിം മാർക്കറ്റ്. മറ്റുള്ളവരുടെ വില ഇതാണ് എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുക അല്ല വേണ്ടതും. പകരം എന്ത് വേണം? യു ഷുഡ് ലേൺ ടു ബിക്കം എ മാർക്കറ്റർ. ആരോ ലോകത്തെവിടെയൊക്കെയോ ഇരുന്ന് തീരുമാനിച്ചതാണ് ഇതൊക്കെ. സ്കൂൾ ഫീസ് എങ്ങനെ കൂട്ടിയേ? കഴിഞ്ഞ പ്രാവശ്യം അത് 39,000 ആയിരുന്നു 4ാം ക്ലാസ്. ഈ പ്രാവശ്യം 46,000, 7,000 ദിർഹംസ് കൂട്ടി. അങ്ങനെ പല ഇൻഡസ്ട്രിയിലും ഇത് കൂട്ടി വന്നപ്പോൾ ഇപ്പം ഇത് തന്നെയല്ലേ നമ്മുടെ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ വേണ്ടേ? അത്യാവശ്യം 4 ചെയർ വേണം, കാര്യങ്ങളൊക്കെ വേണം. ഇന്ന് എന്തൊക്കെ മാൻഡേറ്ററി ആക്കി മാറ്റി. കിച്ചൺ കബോർഡ് ഇല്ലാത്ത ഒരു വീട് പാല് കാച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സോഫ ഇല്ലാത്ത വീട്ടിൽ അയ്യേ ഇവിടെ ഒന്നും ഇല്ലയോ? ഡൈനിങ് ടേബിൾ ഇല്ലെങ്കിൽ തീർന്ന്, കട്ടിലില്ലെങ്കിൽ അവർ പൊട്ടി നിൽക്കുക, ഒന്നുമില്ല അവരുടെ കൈ, ആകെ പെട്ട് നിൽക്കുക. ഇവരിങ്ങനെ ഒരു നോംസ് ഉണ്ടാക്കിയെടുത്ത്, എന്ത്? ഇതൊന്നും ഇല്ലെങ്കിൽ ഇവൻ പൊട്ടി, ഇതെല്ലാം ഉണ്ടെങ്കിലോ കാറില്ലല്ലയോ? ഇങ്ങനെ ഇവൻ ഇത് കയറ്റി കൊണ്ടുവന്നപ്പോൾ ഇവന് മനസ്സിലായി എല്ലാവരുടെയും കയ്യിലൊന്നും റെഡി ക്യാഷ് ഇല്ല എടുത്തു തരാൻ. ഇവൻ ഈ ഐഡിയ ആർക്ക് വിറ്റു? ബാങ്കുകാർക്ക് വിറ്റു. അവനോടെന്തോ പറഞ്ഞ്, കാറ് ലോൺ കൊടുക്കുക കേട്ടോ, എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുക കേട്ടോ, വീടിന് ലോൺ കൊടുക്കുക കേട്ടോ, ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റായിട്ടുണ്ട്, പക്ഷേ അവരുടെ ഈ പൈസ ഇല്ല, കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് 2 കൂട്ടർക്കും രക്ഷപ്പെടാം. ഇന്ന് എന്തിനാ ലോൺ ഇല്ലാത്ത? എടാ ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയ നെറികേട് വേറെ ഉണ്ടോ? കല്യാണം കഴിക്കാൻ ലോൺ തരുന്നു. ചാകാൻ വിഷം മേടിക്കാൻ ലോൺ എടുക്കുന്നതിന് തുല്യമല്ലയോടാ അത്? കല്യാണത്തിന് ലോൺ തരുന്നെന്ന്. എന്തുകൊണ്ടാണ് ഈ കോളേജ് വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇറലവൻ്റ് ആണെന്ന് പറയുന്നത്? ഇവന്മാരൊന്നും ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്കൂളിലും കോളേജിലും ഒന്നും മുജീവിക്കുക. നൗ ഓൾസോ നോ വൺ ഈസ് ടീച്ചിങ് എബൌട്ട് ഹൗ ടു മേക്ക് മണി. കാശുണ്ടാക്കാൻ ആരും പഠിപ്പിക്കുന്നു. ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ഇറ്റ്സ് നോട്ട് വാട്ട് യു സെൽ. നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നുള്ളത് ഹൈ ടിക്കറ്റ് ഓഫറിൽ ഇറലവൻ്റ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൂ യു സെൽ, ആർക്ക് വിൽക്കുന്നു, ഹൗ യു സെൽ ആൻഡ് വെൻ യു സെൽ. ആർക്ക്, എങ്ങനെ, എപ്പോൾ, എന്ത് എന്ന ചോദ്യം ഇവിടെ ഇല്ല. കാരണം നമ്മൾ എന്ത് മാത്രമേ മാറ്റുന്നുള്ളൂ? ആർക്ക് വിൽക്കുന്നു, എങ്ങനെ വിൽക്കുന്നു, എപ്പോൾ വിൽക്കുന്നു. That is the theme for the day. 7-step high ticket offer formula. ആരാണ് ഒരു ബിസിനസ് ഓണർ? എന്താണ് ഒരു ബിസിനസ് ഓണറിൻ്റെ ഡെഫിനിഷൻ? ബിസിനസ് ഓണർ is a person who solve people's problem at a profit. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഒരു ലാഭത്തിൽ പരിഹരിച്ചു കൊടുക്കുന്നവനാണ് ബിസിനസ് ഓണർ. A business owner solves people's problem at a profit. So, നമ്മൾ നോക്കേണ്ടത് എൻ്റെ കസ്റ്റമറുടെ എന്ത് പ്രോബ്ലം എനിക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നാണ്. വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഓർ വിച്ച് പ്രോബ്ലം ഐ ക്യാൻ ഫിക്സ് ഇൻ മൈ കസ്റ്റമേഴ്സ് ലൈഫ്. എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിനോ ട്രെയിനിങ്ങിനോ ഒക്കെ വരുന്ന ആളുകളുടെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരുടെ ബിസിനസ്സിൽ അവരെത്രത്തോളം അറിവുള്ളവരാണ് എന്ന്. ഒരൊറ്റ ചോദ്യം, വാട്ട് എക്സാക്ട് പ്രോബ്ലം ഓഫ് യുവർ കസ്റ്റമേഴ്സ് ആർ യു സോൾവിങ്? ഇതിന് കൃത്യം ഒരൊറ്റ സെൻറ്റൻസിൽ മറുപടി തരാൻ പറ്റാത്ത ഒരാൾക്കും ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം യു ഡോണ്ട് നോ വാട്ട് യു ആർ സോൾവിങ്. നീ എന്താണ് പരിഹരിക്കുന്നതെന്ന് നിനക്കറിയത്തില്ല. If you don't understand the problem you are solving, your product is not good. കാരണം
എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത് എന്നറിയാതെ എങ്ങനെയാണ് നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് പ്രശ്നമാണ് ഞാൻ പരിഹരിക്കുന്നത് എന്ന ക്ലാരിറ്റി ആ ബിസിനസ് ഓണർക്ക് വേണം. എന്തെങ്കിലും ഒരു ഓഫറോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ ആയിട്ട് വരികയല്ല വേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ എക്സാക്ട് പ്രോബ്ലം വാട്ട് യു ആർ സോൾവിങ് ഇൻ ദ മാർക്കറ്റ്. നൗ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ഫ്രെയിം വർക്ക്. പുതിയൊരു ഫ്രെയിം വർക്ക് പഠിക്കാൻ പോകും. ഒരു തോക്കാണിപ്പോൾ ഉള്ളത്. ആസ് എ ബിഗിനർ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങളുടെ ലിമിറ്റേഷൻ. ഒരു ഗണ്ണിൻ്റെ അകത്ത് എത്ര ബുള്ളറ്റേ പറ്റത്തുള്ളൂ? വെരി ലിമിറ്റഡ്, റൈറ്റ്? ഓരോ സാധനം അടിക്കുമ്പോഴും ഉറപ്പ് വരുത്തണം ആ ഉണ്ട കറക്റ്റ് പോയി കൊള്ളുന്നു എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ പെടും. കാരണം യു ഡോണ്ട് ഹാവ് ഇനഫ് ബുള്ളറ്റ് ടു വേസ്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ തോക്കിൽ ബുള്ളറ്റിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോഴും യു ഹാവ് ടു ഡബിൾ ചെക്ക്. അതുകൊണ്ട് യുവർ ഓഫർ ഷുഡ് ബി ദാറ്റ് മച്ച് സ്ട്രോങ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം യു ഹാവ് ഓൺലി ലിമിറ്റഡ് ബുള്ളറ്റ് ഇൻ യുവർ ഗൺ. എസ്റ്റാബ്ലിഷ്ഡ് ആളുകൾ എഴുന്നേക്ക്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പണ്ട് തോക്കായിരുന്നു, ഇപ്പോൾ എന്താ? മെഷീൻ ഗണ്ണ. കാരണം യു ഹാവ് ബാക്കപ്പ് ഫണ്ട്. But it doesn't mean that you can also waste too many bullets. വെറുതെ അടിച്ചു കളയാൻ ഇത് വിജയുടെ സിനിമയല്ല. അതുകൊണ്ട് ഈ അടിച്ചു കളയുന്ന ഓരോന്നും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. ആ ഓർമ്മ വേണം. അതുകൊണ്ട് when you take an action in your business, ensure that it is hitting your target. So beginners, you can't afford too much mistake in your business. ബിഗിനേഴ്സാണ് കുറച്ചുകൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉണ്ട വേസ്റ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? ബിഗിനേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാബ്ലിഷ്ഡ് ആളുകളായിക്കോട്ടെ, ഈ ഉണ്ട വേസ്റ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലേൺ, വിച്ച് മീൻസ് യു ഹാവ് ടു ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. എപ്പോഴാണ് നമുക്ക് ഉണ്ട ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നേ ബബ്ലു സാറേ? കറക്റ്റായിട്ട് വെടിവെക്കാൻ പഠിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ വേസ്റ്റായി പോകും. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഓൺ യുവർ സെൽഫ്, ദെൻ ഓൺലി യു ക്യാൻ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ബുള്ളറ്റ്സ്. ചിലരുണ്ട് തെറ്റുകൾ ചെയ്തിട്ട് പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകുന്നത്. സക്സസ് ആയവനൊരു പ്രത്യേകതയുണ്ട്. അവന് മറ്റുള്ളവൻ സക്സസ് അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല. കാരണം അവന് മറ്റുള്ളവൻ്റെ സ്ട്രെങ്തിലല്ല വിശ്വാസം, അവൻ്റെ കഴിവിലാണ് വിശ്വാസം. ഈ മടിയാർക്ക് ഈ പാത്ത് വെച്ച് എഴുതുന്ന ആരാ? സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവനാ. ലൈഫിലെ ഏറ്റവും വലിയ ഗുരു ആ എക്സ്പീരിയൻസ് അയാളുടെ. ഹി വിൽ ഗിവ് ഇറ്റ് ഫ്രീ ഫോർ യു. പല ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾക്ക് ഈ കളി അറിയത്തില്ല. പക്ഷേ നിങ്ങൾ യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് യു നോ ഹൗ ടു പ്ലേ. പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉള്ള കാര്യം വൈഫിനോട് തുറന്നു പറയണം. കാരണം അവരുടെ പ്രത്യേകത എന്താ? നമ്മളുടെ എല്ലാ സ്ട്രെങ്തും അവർക്കറിയാം, നമ്മുടെ വീക്ക്നെസ്സും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇസഡ് ആംഗിളിൽ നിന്നിട്ട് ആ പ്രശ്നത്തെ കാണുന്നേ. മൈ ടീം, യുവർ പ്രോബ്ലം ഈസ് നോട്ട് യുവർ പ്രോബ്ലം. The way you look at the problem is the problem. പ്രോബ്ലം അല്ല പ്രോബ്ലം. നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് പ്രോബ്ലം. ഇന്ന് വരെ ഈ ലോകത്ത് ആരൊക്കെ സൂപ്പർ നാച്ചുറൽ സക്സസ്ഫുൾ പേഴ്സൺസ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ മിനിമം 10 to 15 years ഓഫ് പ്രാക്ടീസ് ഉണ്ട്. വെറും പ്രാക്ടീസ് അല്ല, ഓവർ പ്രാക്ടീസ്. വെറും പ്രാക്ടീസ് അല്ല, ഓവർ. എത്രയൊക്കെ അറിയാമെങ്കിലും വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് ഈസ് ഓവർ പ്രാക്ടീസ്. ആ ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവന്മാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ആൻഡ് യു നീഡ് ടു ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ഫോർ ഓവർ പ്രാക്ടീസ്. അതല്ലാതെ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ടാ എനിക്കറിയാം എനിക്ക് ട്രെയിനിങ് അറിയാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് കയറി നിൽക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഏത് ടോപ്പിക്കും പഠിപ്പിക്കാൻ എനിക്കറിയാം. ഓവർ പ്രാക്ടീസ്. സോ ആസ് എ ബിസിനസ് ഓണർ യു നീഡ് ടു ഓവർ പ്രാക്ടീസ് ഓൺ ഹൗ ടു ഡു ബിസിനസ്. കാരണം ഇറസിസ്റ്റബിൾ ഓഫർ സെറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ്
തിങ്കിങ് ടൈം. യു നീഡ് തിങ്കിങ് ടൈം. തിങ്കിങ് ടൈം. നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയം വേണം. വൺസ് യു സെറ്റ് ദിസ് ഇറസിസ്റ്റബിൾ ഓഫർ, ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? കസ്റ്റമർ എന്താ പറയും, സാധനം എന്താ, അവൻ വന്ന് ക്യൂ നിൽക്കും. അവൻ ഒരു പ്രസൻറ്റേഷനും കേൾക്കണ്ട, അവൻ ഒരു ഡീറ്റെയിൽസും അറിയണ്ട, അവനൊന്നും അറിയണ്ട, സാധനം എന്താ എന്നേ പറയത്തുള്ളൂ. അതാണ് ഇറസിസ്റ്റബിൾ ഓഫർ. എങ്ങനെ അറിയാം നമ്മളുടെ ഓഫർ സക്സസ് ആണോ എന്ന്? പീപ്പിൾ, യുവർ കസ്റ്റമേഴ്സ്, വോട്ട് ഇറ്റ് വിത്ത് ദെയർ വാലറ്റ്. അവൻ പേഴ്സ് എടുക്കും കാശ് തരാൻ. അപ്പോൾ അറിയാം നമ്മുടെ ഓഫർ സക്സസ് ആണോ അല്ലയോ എന്ന്.